നമസ്കാരം. സപ്പോർട്ടിൽ ലഭിക്കുന്ന 2 സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ടെൻല പ്ലാറ്റ്ഫോം. ടെൻല പ്ലാറ്റ്ഫോം കഴിഞ്ഞ ദിവസം 4% ഇടിഞ്ഞ് 1131 ക്ലോസിംഗ് നൽകി. 15,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 29.40, ഡിവിഡൻഡ് ഈൽഡ് 0.88%. ടെൻല പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻ ടു പേഴ്സണൽ SMS സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ടെക് സെഗ്മെൻറ്റിലെ ഒരു കമ്പനിയാണ്. ആപ്ലിക്കേഷൻ ടു പേഴ്സണൽ SMS ട്രാഫിക്കിൻ്റെ 64% ജനറേറ്റ് ചെയ്യുന്നത് ടെൻല പ്ലാറ്റ്ഫോം എന്ന കമ്പനിയാണ്. ഈ സെഗ്മെൻറ്റിലെ ഒരു ലീഡിംഗ് സ്റ്റോക്കാണ് ടെൻല. ടെൻല എന്ന സ്റ്റോക്ക് വളരെയധികം വോളറ്റൈലാണ്. സ്റ്റോക്കിൻ്റെ പ്രൈസ് ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് 20,000% റിട്ടേൺ നൽകി. 5 വർഷം കൊണ്ട് സ്റ്റോക്ക് 3,600% റിട്ടേൺ നൽകി. എന്നാൽ 3 വർഷം കൊണ്ട് സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് 84% റിട്ടേണും കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ 39% വെൽത്ത് അല്ലെങ്കിൽ സ്റ്റോക്ക് 39% നെഗറ്റീവ് റിട്ടേണുമാണ് നൽകിയത്. ഷോർട്ട് ടൈമിലെ പെർഫോമൻസ് നോക്കിയാൽ 3 മാസം കൊണ്ട് 12% പോസിറ്റീവ് റിട്ടേൺ നൽകിയപ്പോൾ 6 മാസം കൊണ്ട് സ്റ്റോക്ക് 10%-നടുത്ത് നെഗറ്റീവ് റിട്ടേണാണ് നൽകിയത്. ചില സമയങ്ങളിൽ സ്റ്റോക്ക് അതിൻ്റെ 75% വരെ കറക്റ്റ് ആവുകയും ചില സമയങ്ങളിൽ സ്റ്റോക്ക് 50%-ഓളം ഉയരുകയും ചെയ്യും. ഈ രീതിയിൽ വളരെയധികം വോളറ്റൈലായിട്ടുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ഫോളോ ചെയ്യുന്ന സ്റ്റോക്ക് കൂടിയാണ് ടെൻല പ്ലാറ്റ്ഫോം. ടെൻല പ്ലാറ്റ്ഫോമിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് ഇന്നത്തെ ദിവസം ടെൻലയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 6 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഇൻട്രിം ഡിവിഡൻഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇൻട്രിം ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഫെബ്രുവരി 5. ക്വാർട്ടർലി റിസൾട്ട് അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷൻ മിസ് ചെയ്തു എങ്കിലും ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും കമ്പനിയുടെ റവന്യൂവും പ്രോഫിറ്റും ഉയർന്നിട്ടുണ്ട്. റവന്യൂ 15.3% വർദ്ധിച്ച് 1,002 കോടിയായി മാറി. പ്രോഫിറ്റ് 20.3% വർദ്ധിച്ച് 140 കോടിയായി മാറിയിട്ടുണ്ട്. കമ്പനിയുടെ എബിറ്റ മാർജിൻ 19%-ആയി ഉയരുകയും ഏണിംഗ് പെർ ഷെയർ 21.5% വർദ്ധിച്ച് 10 രൂപ 42 എന്ന ലെവലിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട്. ടെൻല പ്ലാറ്റ്ഫോമിൻ്റെ കഴിഞ്ഞ 9 മാസത്തെ പെർഫോമൻസ് നോക്കിയാലും കമ്പനിയുടെ ഗ്രോസ് പെർഫോമൻസ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. കഴിഞ്ഞ 9 മാസത്തെ ഗ്രോസ് റവന്യൂ 16% വർദ്ധിച്ച് 2,922 കോടിയായി മാറി. ഗ്രോസ് പ്രോഫിറ്റ് 26.9% വർദ്ധിച്ച് 787 കോടിയായി മാറിയിട്ടുണ്ട്. എബിറ്റ മാർജിൻ 19.6%, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 27.7% വളർച്ച കമ്പനി കൈവരിച്ചു. ടെൻല പ്ലാറ്റ്ഫോം എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1000 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടും 1250 സ്റ്റോക്കിൻ്റെ ഒരു റെസിസ്റ്റൻസുമാണ്. സ്റ്റോക്ക് 1250-നും 1000-നും ഇടയിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. 1000 എന്ന സപ്പോർട്ട് മറികടന്നാൽ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് 900 എന്ന റേഞ്ച്. സപ്പോർട്ട് ലഭിക്കുന്നതും 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നതുമായ രണ്ടാമത്തെ സ്റ്റോക്കാണ് HDFC ബാങ്ക്. HDFC ബാങ്ക് ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടതിന് ശേഷം തുടർച്ചയായി ഇടിയുകയാണ്. 2020 മാർച്ചിന് ശേഷം HDFC ബാങ്ക് കടന്നുപോകുന്ന ഏറ്റവും വലിയ കറക്ഷൻ ഫേസാണ് ഇപ്പോഴത്തെ കറക്ഷൻ ഫേസ്. സ്റ്റോക്ക് 1757 നിന്നും 1430 എത്തി. 10.84 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 16.03, ഡിവിഡൻഡ് ഈൽഡ് 1.3%. HDFC ബാങ്ക് ഇടിയാനുള്ള പ്രധാന കാരണം ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉയരുന്നതും കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ ഇടിഞ്ഞതും മൂലമാണ്. കൂടാതെ HDFC ബാങ്കും HDFCയും മെർജ് ആയതിനു ശേഷം പുറത്തു വന്ന ROEയും റിട്ടേൺ ഓൺ അസറ്റും അത്ര ഫേവറബിൾ അല്ല. HDFC ബാങ്ക് അതിൻ്റെ 200-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് മറികടന്നു. കൂടാതെ സ്റ്റോക്ക് ഓവർസോൾഡ് കാറ്റഗറിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സിൽ 11%-നടുത്ത് വെയിറ്റേജുള്ള സ്റ്റോക്ക് ആയതുകൊണ്ട് HDFC ബാങ്ക് ഇടിയുന്നതനുസരിച്ച് ഇൻഡെക്സും കറക്റ്റ് ആകുന്നുണ്ട്. ഇവിടെ സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ട് സോൺ 1450 മുതൽ 1480 വരെയുള്ള സോണായിരുന്നു. ഈ സോൺ സ്റ്റോക്ക് മറികടന്ന് 1430-നടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും 1380, 1370 തുടങ്ങിയ റേഞ്ചുകളിൽ സപ്പോർട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ലോയ്ക്ക് അടുത്തായിട്ടാണ്. അതുകൂടാതെ HDFC ബാങ്ക് വളരെയധികം സ്ട്രോങ് ഫണ്ടമെൻ്റൽസ് ഉള്ള ഒരു കമ്പനി കൂടിയാണ്. കൂടാതെ സ്റ്റോക്ക് അതിൻ്റെ ഫെയർ പ്രൈസിനേക്കാൾ 19% ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. അതുകൊണ്ട് HDFC ബാങ്ക് ഇതുവരെയും പോർട്ട്ഫോളിയോയിൽ ഇല്ലാത്തവർക്കും വളരെ സേഫായിട്ടുള്ള ഒരു സ്റ്റോക്കിൽ പൊസിഷണൽ ട്രേഡിങ്ങിന് വേണ്ടി പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്കും സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്.
സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യേണ്ട ഏറ്റവും മികച്ച റേഞ്ച് 1300-നും 1350-നും 1430 എന്ന സപ്പോർട്ട് ഇടിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ 1380, 1400, 1350 തുടങ്ങിയ റേഞ്ചുകൾ സ്റ്റോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്